ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം എനിക്ക് എല്ലാവരോടും ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം എൻ്റെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് 6ാമത്തെ മാസമാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് കഴിഞ്ഞ മാസമാണ് മോണിറ്റൈസേഷൻ ഓൺ ആയത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിട്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആവുന്നോ അക്കൗണ്ട് റീച്ച് ആവുന്നെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിട്ടാണ്. പിന്നെ അപ്പോൾ ആദ്യം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പെപ്പ സംസാരിക്കാൻ തുടങ്ങിയ ടൈമിൽ, എൻ്റെ മോൻ സംസാരിക്കാൻ തുടങ്ങിയ ടൈമിൽ പിന്നെ ചെറിയ പിള്ളേരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, ചേച്ചി യൂട്യൂബ് തുടങ്ങുമോ, നമുക്ക് പെപ്പേരെ സംസാരം കേൾക്കാമല്ലോ, ഫുള്ള് ലോങ് വീഡിയോ ഇടുമ്പോൾ നമുക്ക് പെപ്പേനെ വർത്താനം കേൾക്കാമല്ലോ എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഫസ്റ്റേ പറഞ്ഞുകൊണ്ട് ഞാൻ ഫസ്റ്റ് അത് കാര്യമാക്കലുണ്ടായിട്ടാണ്. പിന്നെ അനിയൻ്റെ ഭാര്യ അനിയത്തി യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ കാര്യമാക്കിയിട്ടുണ്ടായിട്ടാ. ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് നോക്കി അയച്ചു കൊടുക്കും, യൂട്യൂബിൽ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കും. പിന്നെ ഒരിക്കൽ കസിൻ എന്നോട് പറഞ്ഞു, നിനക്കെന്നെ തുടങ്ങിക്കൂടെ യൂട്യൂബ്, പിന്നെ പൈസ കിട്ടൂലേ എന്നെല്ലാം പറഞ്ഞു എന്നോട്. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട്. കാരണം പെപ്പേരെ ചേർത്തിട്ട് ഒരുപാട് വീഡിയോസ് എൻ്റെ കൈമിണ്ടായിനി. പെപ്പ പ്രസവിച്ചത് മുതലേ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡെയിലി ഇടയിലേ വേണ്ടോ യൂട്യൂബിൽ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. ഞാൻ ആദ്യമൊന്നും ഞാൻ ഡെയിലി വീഡിയോസ് ഇടലുണ്ടായിട്ടാണ്. ഞാനിങ്ങനെ തോന്നുമ്പോൾ ഇടും, അങ്ങനെ ഇടല്. എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ശരിക്കും ഒന്നും അറിയില്ല. വീഡിയോ ഇടുന്നതല്ലാതെ എനിക്കൊന്നും അറിയേയില്ല അതിനെക്കുറിച്ചിട്ട്. പിന്നെ വീഡിയോസിന് അത്യാവശ്യം ഒരു 400-500 വ്യൂസെല്ലാം കയറാൻ തുടങ്ങിയപ്പം എനിക്കൊരു ഹരായി. ഇനി ഡെയിലി വീഡിയോ ഇടാം, ചിലപ്പം എങ്ങാനും കയറിയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ തുടങ്ങിയതാണ്. ഞാൻ ഒരു അതിൽ കിടക്കുമല്ലോ, അതിൽ ഓർമ്മയായിട്ട് അതിൽ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. കാരണം ഒരിക്കലും മോണിറ്റൈസേഷൻ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടല്ല ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. ഒരിക്കലും അക്കൗണ്ട് റീച്ച് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഈ 5 മാസം കൊണ്ട് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ആയത് എങ്ങനെയാണെന്ന് കുറേ ആളെന്നോട് ചോദിച്ചിട്ടുണ്ടായിന്. ഇത്ര വേഗം എങ്ങനെ നിനക്ക് ഇതായതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിന്. പിന്നെ അപ്പോൾ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിന്, നീ പൈസ കൊടുത്തിട്ടാക്കിയതാണോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ. പൈസ കൊടുത്താക്കൽ എനിക്കറിയേയില്ല അങ്ങനെയൊരു സംഭവം. പൈസ കൊടുത്താക്കുന്നതെന്നല്ല ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മനസ്സാ വാചാ കർമ്മനെ അറിയാത്ത കാര്യമാണ് കേട്ടത്. പൈസ കൊടുത്തിട്ടൊന്നല്ല. അപ്പം എനിക്ക് മറ്റേ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാമെന്ന് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എനിക്കെങ്ങനെ 5 മാസം കൊണ്ട് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയതെന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. പറഞ്ഞുതരാമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ച് ഞാൻ വലിയൊരാളാണ്. അങ്ങനെയല്ല, എൻ്റെ യൂട്യൂബ് ജേണി ജസ്റ്റ് നിങ്ങൾക്കും കൂടി അതിൽ ടിപ്സ്, എൻ്റെത് എങ്ങനെ കയറി അക്കൗണ്ട് എങ്ങനെ റീച്ച് ആയാൽ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഫസ്റ്റ് തന്നെ യൂട്യൂബ് തുടങ്ങുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ മോണിറ്റൈസേഷൻ ആവാത്തവരാണെങ്കിൽ, നിങ്ങൾ പരമാവധി ഷോർട്സ് മാത്രം ഇടാം. കാരണം ഷോർട്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ. പിന്നെ ഷോർട്സ് കുറച്ച് റീച്ച് ആകുമ്പോൾ അക്കൗണ്ട് റീച്ച് ആവല്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലോങ് വീഡിയോസ് എല്ലാം ഇടലുണ്ടായിട്ടാണ്. അത്യാവശ്യം 1-2 ഇടുന്നല്ലാതെ ലോങ് വീഡിയോസ് ഇടലുണ്ടായിട്ടാണ്. ഞാൻ ഷോർട്സ് തന്നെ ചെയ്ത് പോലെ ഉണ്ടായിനി. അപ്പോൾ ഞാൻ ചെയ്തൊരു ഷോർട്സ് ഫസ്റ്റിൽ എനിക്കൊരു 3 മാസം വരെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടായിട്ടാണ്. ഒരു 300-400 അങ്ങനെയല്ലേ ഉണ്ടായിട്ടു. പിന്നെ ഒരു ദിവസം ഞാനൊരു എൻ്റെ ഫുഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിനി. ഫുഡിൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം കഴിച്ചൊരു ഫുഡ്, രാവിലെ മുതൽ രാത്രി വരെ കഴിച്ച ഇത്ര തരം ഈ ഫുഡെല്ലാം ഞാൻ ഇന്ന് കഴിച്ചതെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ടായിനി. പിന്നെ രാവിലെ ചായ പലഹാരം, പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിലെ സമയങ്ങളിൽ തിന്നത്, അങ്ങനെ തിന്ന സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടായിനി. അതാണ് എൻ്റെ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയൊരു ഷോർട്സ് എന്ന് പറഞ്ഞത്. 2K ആയിന്ന് തോന്നുന്നത്. 2K അല്ല 2K അല്ല കേട്ടോ. ഫസ്റ്റ് അത് 2K ആയിട്ടുണ്ടായി. പിന്നെ ഷോർട്സ് ഞാൻ വ്യൂസ് നോക്കുമ്പോൾ 2K ഉണ്ടായിനി. ഞാൻ പിന്നെ അത് കാര്യമാക്കിയിട്ടാണ്. പിന്നെ ഒരു കമൻസ് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ, നോട്ടിഫിക്കേഷൻ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് പിന്നെ 1,00,000-ന് മുകളിൽ ആൾക്കാർ കണ്ടിട്ടുണ്ടായിന് വ്യൂസ് എന്ന് വെച്ചാൽ. അത് ഇപ്പം നോക്കിയാൽ 2 ലക്ഷം ആൾക്കാർ കണ്ടു തോന്നുന്നു. അപ്പം അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുണ്ടായത്. ആ ഒരു ഷോർട്ട് വീഡിയോയിലാണ് എനിക്ക് സബ് കൂടിയിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ അതിലാണ് ഏറ്റവും കൂടുതൽ കമൻറ്റും ലൈക്കും എല്ലാം ഏറ്റവും കൂടുതൽ അതിലാണ് കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒറ്റയടിക്ക് കയറിയത് 1000 ആയത് ആ ഒറ്റ വീഡിയോ കൊണ്ടാണ്. പിന്നെ എല്ലാ വീഡിയോസിനും കമൻറ്റ് വരാൻ തുടങ്ങി, ലൈക്ക് വരാൻ തുടങ്ങി, വ്യൂസ് കൂടാൻ തുടങ്ങി. ഇപ്പോൾ ഇല്ല, ഏകദേശം എല്ലാ വീഡിയോക്കും ഒരു 1Kക്ക് മുകളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 1K വ്യൂസിന് മുകളിലുണ്ട് തോന്നുന്നു എനിക്ക്. കുറവ് അത്യാവശ്യം 1-2 1K ആവാത്തതില്ല, ബാക്കിയെല്ലാം 1Kക്ക് മുകളിലുണ്ട്. ചിലതെല്ലാം 10Kക്ക് മുകളിലുണ്ട്, ചിലത് 20 അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ എൻ്റെ ഷോർട്സിന് എങ്ങനെ വ്യൂസ് കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ ടൈമിങ് കറക്റ്റായിട്ട് നോക്കുന്ന ഒരാളാണ്. ടൈമിംഗ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇന്ന് 8 മണിക്ക്, രാവിലെ ഒരു 8 മണിക്ക് പിന്നെ വീഡിയോ ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ 8 മണിക്ക് തന്നെ കറക്റ്റായിട്ട് ഇടും. പിന്നെ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു 8 മണിക്ക് ഇട്ടിച്ച് നാളെ ഞാനിപ്പോൾ ഒരു 10 മണിക്കാണ് ഇടുന്നെങ്കിൽ എനിക്ക് വ്യൂസ് കിട്ടില്ല. എൻ്റെ ഷോർട്ട് വീഡിയോക്കൊന്നും വ്യൂസ് കിട്ടലില്ല. അപ്പോൾ തന്നെ ഞാൻ ഡിലീറ്റ് ആക്കും വേഗം.
ഒരു ഇത്ര 1 മണിക്കൂറിനുള്ളിൽ വ്യൂസ് കുറവാണെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യലുണ്ട് വീഡിയോസ്. അപ്പോൾ ഞാനെടുത്ത ടൈം എന്ന് വെച്ചാൽ 8 മണി, രാവിലെ 8 മണിക്കും 8:30ക്കും ഇടയിൽ, അല്ലെങ്കിൽ 11 മണിക്കും 11:30ക്കും ഇടയിൽ, അല്ലെങ്കിൽ 3 മണിക്കും 4:30ക്കും ഇടയിൽ, അല്ലെങ്കിൽ രാത്രി 7 മണിക്കും 8:30ക്കും ഇടയിൽ. അങ്ങനെയായിട്ട് ഞാൻ പൊതുവേ ഷോർട്ട് അപ്ലോഡ് ചെയ്യൽ. പരമാവധി ഞാൻ രാവിലെ 8 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യലുണ്ട് കേട്ടോ. ഞാനിതിപ്പം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ഇടലുള്ളൂ. അപ്പം ഈ സമയങ്ങളിൽ ഇട്ടാലും മാത്രമേ എനിക്ക് വ്യൂസ് വേഗം കയറില്ല. പിന്നെ ഞാൻ ഷോർട്ടെല്ലാം അപ്ലോഡ് ആക്കിയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് സ്റ്റുഡിയോയുടെ കാര്യം അറിയുന്നത് കേട്ടോ. എനിക്ക് അറിയില്ല ശരിക്കും അതൊന്നും സംഭവം. ഞാൻ വെറുതെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ താഴെ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുണ്ടാവും. അപ്പോൾ ഞാൻ വെറുതെ ചെക്ക് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് കണ്ടത്. ഞാൻ അങ്ങനെ ഡൗൺലോഡ് ആക്കി. അപ്പോൾ അതിലാണ് നമ്മൾ ഈ വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാം അക്കൗണ്ട് കാണിക്കുന്നത് തന്നെ. ഇത്ര കയറി അക്കൗണ്ട് പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഫ്രീസ് ആയിനോ അൺഫ്രീസ് ആയിനോ എന്നെല്ലാം നോക്കുന്നത് അതിലാണെന്ന് എനിക്ക് പിന്നെയാണ് അറിഞ്ഞത് ഞാൻ. പിന്നെ ഞാൻ അതിൽ കയറിയിട്ട് സെർച്ച് ആക്കാൻ. പിന്നെ ഈ വാച്ച് അവർ കൂടുന്നതെല്ലാം ഞാൻ കാണാൻ തുടങ്ങി. ഇത് ഇത്ര കൂടി, ഈ വീഡിയോയ്ക്ക് ഇത്ര കൂടി, അങ്ങനെ കാണാൻ പറ്റാൻ തുടങ്ങി. എന്നിട്ടും എനിക്ക് ഈ വാച്ച് അവർ ഇത് കംപ്ലീറ്റ് ആയാലേ പിന്നെ മോണിറ്റൈസേഷൻ ആവുന്നോ അതൊന്നും എനിക്കറിയില്ല. 1000 സബ്സ്ക്രൈബേഴ്സ് ആയാലും മോണിറ്റൈസേഷൻ ആവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 4000 വാച്ച് അവറിൻ്റെ കാര്യം എനിക്ക് അറിയേയില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ലോങ് വീഡിയോ ഇട്ടപ്പം അതിനൊരു കോപ്പി റൈറ്റ് പറ്റിയിട്ടുണ്ടായിന്. ലോങ് വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ എൻ്റെ ഏട്ടന്മാർ കളിച്ചൊരു ഡാൻസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അതിൽ കോപ്പി റൈറ്റ് എന്ന് കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ കാര്യമാക്കിയിട്ടില്ല കോപ്പി റൈറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ യൂട്യൂബ് സ്റ്റുഡിയോ തുടങ്ങിയ ശേഷമാണ് കോപ്പി റൈറ്റ് അതിൽ കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ആക്കിയത് എന്നാൽ കോപ്പി റൈറ്റ്. അപ്പോൾ അതിൽ കോപ്പി റൈറ്റ് ക്ലെയിമിനെ കുറിച്ചും സ്ട്രൈക്കിനെ കുറിച്ചിട്ടെല്ലാം പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സ്ട്രൈക്കല്ല ക്ലെയിമാണ്. പിന്നെ അപ്പോൾ അതാണെങ്കിൽ നല്ല വ്യൂസും ഉണ്ടായിന് ആ വീഡിയോക്ക്. ലോങ് വീഡിയോക്ക് ഒരു 100K മുകളിലുണ്ടായിന്. ആ ടൈമിലാണ് അപ്പോൾ ഞാൻ ഈ കോപ്പി റൈറ്റിനെ കുറിച്ച് അറിയുന്നത് തന്നെ. പിന്നെ ഈ സോങ്ങിലാണ് കോപ്പി റൈറ്റ് വരലെന്ന് ഞാൻ അന്നേരമാണ് അറിയുന്നത്. അപ്പോൾ ഞാൻ ഷോർട്സ് വീഡിയോയിൽ ഇടുമ്പോൾ എല്ലാവരും പറഞ്ഞു കോപ്പി റൈറ്റ് വരാതിരിക്കാൻ എന്നാക്കളുടെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. അപ്പം കോപ്പി റൈറ്റ് വരാതിരിക്കാന്ന് വെച്ചാൽ ഷോർട്ട് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഓഡിയോ എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പുറത്തുനിന്ന് ഓഡിയോ എടുക്കാണ്ട് യൂട്യൂബിൽ തന്നെ ഓഡിയോ എടുക്കുക. പിന്നെ അതിലിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഓഡിയോ തന്നെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോയിൽ ഇട്ടാൽ വേഗം എനിക്ക് വ്യൂസ് കൂടുതലുണ്ട് കേട്ടോ. കുക്കിങ്ങിൻ്റെ വീഡിയോ വേഗം വ്യൂസ് കൂടുതലുണ്ട്. പിന്നെ അപ്പോൾ കുക്കിംഗ് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ തന്നെ ഞാനത് ഇപ്പോൾ ഓഡിയോ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓഡിയോ എടുക്കൽ. അപ്പോൾ ആണെങ്കിൽ വേഗം വ്യൂസ് കൂടും, വേഗം റീച്ച് ആവുക, വീഡിയോ വേഗം റീച്ച് ആവും. ഞാൻ ക്യാപ്ഷനെ കുറിച്ച് വേണ്ട. പിന്നെ നമുക്കിപ്പം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് കാണാൻ തോന്നണമെങ്കിൽ ക്യാപ്ഷൻ നല്ലത് കൊടുക്കുക. ആൾക്കാർക്ക് ആകർഷിക്കുന്ന എന്തെങ്കിലും ക്യൂരിയോസിറ്റി തോന്നിക്കുന്ന ക്യാപ്ഷനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. ഞാൻ അങ്ങനെ അത്യാവശ്യം അങ്ങനെ കുറച്ച് ക്യൂരിയോസിറ്റി എല്ലാം കൊടുക്കലുണ്ട്. അപ്പം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതെന്ന് അറിയോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അപ്പോൾ ആൾക്കാർക്ക് കാണാമെന്നിങ്ങനെ തോന്നും. അതൊന്ന് സംഭവം എന്ന് വെച്ചാൽ അവരെന്തായാലും ഓപ്പൺ ആക്കും നമ്മളെ വീഡിയോ. അങ്ങനെ വ്യൂസ് കൂടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മോണിറ്റൈസേഷന് ശേഷം നിങ്ങൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. മോണിറ്റൈസേഷൻ പിന്നെ ആവുന്നത് വരെ പരമാവധി ഷോർട്സ് തന്നെ ഇടുക. അതിന് ശേഷം മോണിറ്റൈസേഷൻ ആയ ശേഷം മാത്രം നിങ്ങൾ ലോങ് വീഡിയോസ് പരമാവധി അപ്ലോഡ് ചെയ്യാൻ നോക്കുക. മോണിറ്റൈസേഷന് മുമ്പ് നിങ്ങൾ പരമാവധി ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്യുക കേട്ടോ. കാരണം ഷോർട്സിൽ മാത്രം നമുക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. എനിക്ക് ലോങ് വീഡിയോസിലല്ല കിട്ടില്ല, ഷോർട്സിലാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നത്. പിന്നെ ഇപ്പം ഞാൻ മോണിറ്റൈസേഷൻ ആയ ശേഷമാണ് ഞാനിപ്പോൾ ലോങ് വീഡിയോസ് പരമാവധി ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ലോങ് വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തംബ്നെയിൽ ശ്രദ്ധിക്കണം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ശ്രദ്ധിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. പിന്നെ ലോങ് വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തംബ്നെയിൽ നമ്മളെ ആകർഷിക്കുന്ന ആൾക്കാരെ ആകർഷിക്കുന്ന തംബ്നെയിൽസ് ഇടാൻ നോക്കുക. പിന്നെ അതെല്ലാം നോക്കൂട്ടാ. പിന്നെ നിങ്ങൾ YT സ്റ്റുഡിയോ യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ക്രോമിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ലോഗിൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ക്രോമിൽ പോയിട്ട് തന്നെയാണ് യൂട്യൂബ് സ്റ്റുഡിയോ നോക്കൽ. ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയ ശേഷം ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ പിന്നെ ക്രോമിൽ കയറിയിട്ട് തന്നെ നോക്കൽ. അതിലിപ്പോൾ നമുക്ക് ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര റവന്യൂ കിട്ടിയെന്ന് ക്രോമിൽ കറക്റ്റായിട്ട് കാണിക്കും. യൂട്യൂബ് സ്റ്റുഡിയോനേക്കാളും ക്രോമിൽ കയറിയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ലോഗിൻ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കാണിക്കൽ. ഈ വീഡിയോക്ക് ഇത്ര പൈസ കിട്ടി, ഈ വീഡിയോക്ക് ഇത്ര പൈസ കിട്ടി, ഇത്ര ഇത് കിട്ടി എന്നെല്ലാം അതിൽ കറക്റ്റായിട്ട് കാണിക്കും നമുക്ക്. അപ്പോൾ എനിക്ക് ഇത്രയെല്ലാം കാര്യങ്ങളെ അറിയൂ കേട്ടോ. ശരിക്കും ഞാൻ ഇപ്പം യൂട്യൂബിൽ സെർച്ച് ആക്കാൻ തുടങ്ങിയത് ഇതെല്ലാം എന്നാണ് ഈ കോപ്പി റൈറ്റ് ക്ലെയിം, പിന്നെ റവന്യൂ എങ്ങനെ, മോണിറ്റൈസേഷൻ എങ്ങനെ ആവില്ല എന്നെല്ലാം ഞാൻ ഇപ്പം ഈ മോണിറ്റൈസേഷൻ ആയ ശേഷമാണ് ഞാൻ ഇതെല്ലാം സെർച്ച് ആക്കാൻ തുടങ്ങിയത്. ശരിക്കും എനിക്കൊന്നും അറിയുന്നുണ്ടായിട്ടാ. ഞാൻ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഈ 5 മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തായാലും ആവും. എനിക്ക് കാര്യമായിട്ട് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈമിങ്ങിൻ്റെ കാര്യമാണ്. എനിക്കൊരു ടൈമിങ് തെറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്യൂസ് കയറലുണ്ടായിട്ടാ. ടൈമിങ് തെറ്റി എനിക്ക് വ്യൂസ് ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ പരമാവധി ടൈമിങ് ശ്രദ്ധിക്കുക. ഇന്നൊരു ടൈമിലിട്ട് നാളെയോ അതേ ടൈമിൽ ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ യൂട്യൂബ് അക്കൗണ്ടിൽ. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക.
എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. വീണ്ടും ഞാൻ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.